ജൂൺ 4 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിന് പിന്നാലെ കേരളത്തിൽ പൊട്ടിത്തെറിയുടെ ദിവസങ്ങളായിരിക്കുമോ? കേരളത്തിലെ LDF-നുള്ളിൽ എന്തായിരിക്കും സംഭവിക്കുക? CPM-ഉം CPI-യും കേരള കോൺഗ്രസ് എമ്മും പല വഴിക്ക് തിരിഞ്ഞാൽ LDF-ന് അത് ചോദ്യമായി മാറും. നിലവിൽ തന്നെ ജോസ് കെ മാണിയും ടീമും കളം പിടിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ CPI കൂടി നിലപാട് വ്യക്തമാക്കിയാൽ, കേരള കോൺഗ്രസ് എം കടുംപിടുത്തം തുടങ്ങിയാൽ CPM-ന് മുന്നിൽ ചോദ്യങ്ങൾ നിരവധിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും അക്ഷരാർത്ഥത്തിൽ ചോദ്യങ്ങളുടേതായിരിക്കും. രാജ്യസഭാ സീറ്റ് ആവശ്യം പരസ്യമാക്കിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം. അവകാശപ്പെട്ട സീറ്റെന്നാണ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് പറയുന്നത്. ജോസ് കെ മാണിയുടെ കാലാവധി കഴിയുന്ന സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ ലഭിക്കണമെന്നും സ്റ്റീഫൻ ജോർജ് പറയുകയാണ്. ഏതായാലും രാജ്യസഭാ സീറ്റ് ആവശ്യം കേരള കോൺഗ്രസ് എം പരസ്യമാക്കിയതോടെ വരും ദിവസങ്ങൾ LDF-നുള്ളിൽ വലിയ ചോദ്യങ്ങൾ. ജോസ് കെ മാണിയുടെ കാലാവധി കഴിയുന്ന സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ ലഭിക്കണമെന്നും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിഷയം ചർച്ച ചെയ്യുമെന്നും സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി കഴിഞ്ഞു. 3 സീറ്റിന്റെ കാലാവധിയാണ് ജൂലൈ 1 അവസാനിക്കുന്നത്. ഇതിൽ 2 സീറ്റിലാണ് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുക. എന്നാൽ എളമരം കരീം ഒഴിയുമ്പോൾ ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് ഏറ്റെടുക്കാനാണ് CPM-ന്റെ നീക്കം. ബിനോയ് വിശ്വം, ജോസ് കെ മാണി, എളമരം കരീം എന്നിവരുടെ രാജ്യസഭ കാലാവധിയാണ് ജൂലൈ 1 അവസാനിക്കുന്നത്. നിലവിലെ നിയമസഭയിലെ അംഗബലം അനുസരിച്ച് ഇടതുമുന്നണിക്ക് 2 സീറ്റിലും UDF-ന് 1 സീറ്റിലും ജയിക്കാൻ കഴിയും. CPI-ക്കും കേരള കോൺഗ്രസ് എമ്മിനും അഭിമാന പ്രശ്നമാണ് രാജ്യസഭാ സീറ്റ്. കാരണം 2 പാർട്ടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൈവശം വച്ചിരിക്കുന്ന സീറ്റുകളാണിത്. അതുകൊണ്ട് കാലാവധി കഴിഞ്ഞാലും ജയിക്കാൻ കഴിയുന്ന രാജ്യസഭാ സീറ്റിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കാനാണ് 2 പാർട്ടികളുടെയും തീരുമാനം. ഏതായാലും ജോസ് കെ മാണിക്ക് ചോദ്യങ്ങൾ നിരവധിയാണ്. ജോസ് കെ മാണിക്ക് വീണ്ടും MP ടിക്കറ്റ് കിട്ടുമോ? കേരള കോൺഗ്രസിന് അഗ്നിപരീക്ഷയുടെ ദിനങ്ങൾ. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും കേരള കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അഗ്നിപരീക്ഷയാണ്. ജൂണിൽ ഒഴിവ് വരുന്ന സീറ്റുകളിൽ CPI മറികടന്ന ജോസ് കെ മാണിക്ക് വീണ്ടും രാജ്യസഭാ ടിക്കറ്റ് കിട്ടുമോ എന്നാണ് ആശങ്ക. കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തന്നെയാണ് ചർച്ച. ജോസ് കെ മാണിയുടെ പേരിനൊപ്പമുള്ള MP എന്ന വിലാസം വരുന്ന ജൂലൈ 1 അവസാനിക്കും. ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ 1 UDF ഉറപ്പിച്ചിരിക്കെ അവശേഷിക്കുന്ന 2 സീറ്റുകൾക്കായി 3 പേരാണ് LDF-ൽ കാത്തിരിക്കുന്നത്. CPM, CPI, കേരള കോൺഗ്രസ്. CPM 1 സീറ്റിൽ മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കെ ബാക്കിയുള്ള 1 സീറ്റ് CPI-ക്കോ അതോ കേരള കോൺഗ്രസ് എമ്മിനോ? അതാണ് ചോദ്യം. രാജ്യസഭാ അംഗത്വവുമായാണ് ജോസ് കെ മാണി LDF-ൽ എത്തുന്നത്. രാജിവെച്ച് LDF-ന്റെ ഭാഗമായി അതേ സീറ്റിൽ തന്നെ മത്സരിച്ചു ജയിച്ചു. മികച്ച സാധ്യത ഉണ്ടായിരുന്ന പത്തനംതിട്ട സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷേധിച്ചതിൽ കേരള കോൺഗ്രസ് എമ്മിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇനി രാജ്യസഭയിൽ കൂടി കേരള കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്കില്ല. ചെയർമാന്റെ രാജ്യസഭാ സീറ്റ് മുന്നണിയിൽ ശക്തമായി തന്നെ അവതരിപ്പിക്കും. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുണ്ട്. രാജ്യസഭാ അംഗത്വത്തിന് പാർട്ടിക്ക് അർഹതയുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ജോസിന് തിരിച്ചടി ഉണ്ടായാൽ അത് മുന്നണിയിലെ പൊട്ടിത്തെറിയിലേക്ക് തന്നെ നയിക്കും.